നീറ്റ് ചോദ്യപേപ്പറിന് ഇടനിലക്കാർ വിലയിട്ടത് 40 ലക്ഷം രൂപയെന്ന മൊഴി. അറസ്റ്റിലായ വിദ്യാർത്ഥിയുടെ അച്ഛൻ്റേതാണ് വെളിപ്പെടുത്തൽ. സിഖന്ദർ പ്രസാദ് എന്ന ഇടനിലക്കാരനാണ് പണം ആവശ്യപ്പെട്ടത്. പരീക്ഷ വിജയിച്ചാൽ പണം നൽകണമെന്ന് ആവശ്യപ്പെട്ടു. അനൂപ് ദാസ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അനൂപ്, കഴിഞ്ഞ ദിവസം CBIയും ഇതുമായി ബന്ധപ്പെട്ട വലിയ രീതിയിൽ ലക്ഷങ്ങൾ ചോദിച്ചിരുന്നു. ഈ ചോദ്യപേപ്പറിന് വിലയിട്ടിരുന്നു എന്ന് വ്യക്തമാക്കിയതാണ്. ഞാൻ ചോദിക്കുന്നത്, ഇത്രയധികം തെളിവുകളും കാര്യങ്ങളും ഒക്കെ പുറത്തേക്ക് വന്നിട്ടും എന്തുകൊണ്ടാണ് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് ചെയ്യപ്പെട്ടു എന്ന് NTA സമ്മതിക്കാത്തത്? ഒരു പ്രശ്നമുണ്ട്. അങ്ങനെ ചോദ്യപേപ്പർ ചോർന്നു എന്ന ഒരു ഔദ്യോഗികമായിട്ടുള്ളൊരു സമ്മതിക്കലൊക്കെ NTA ഭാഗത്തു നിന്ന് വന്നു കഴിഞ്ഞാൽ ഈ നീറ്റ് പരീക്ഷ റദ്ദ് ചെയ്യണമെന്ന ആവശ്യം ഇപ്പോൾ തന്നെ ഉണ്ട്. അതിശക്തമായിട്ട് വരും. റദ്ദ് ചെയ്യാൻ നിർബന്ധിതമാവും. ഇതുകൂടി റദ്ദ് ചെയ്താൽ, നീറ്റ് പരീക്ഷ കൂടി റദ്ദ് ചെയ്താൽ അത് കേന്ദ്ര സർക്കാരിന് വലിയ തിരിച്ചടിയാകും. അങ്ങനെ ഒരു തിരിച്ചടി ഉണ്ടാകാതിരിക്കാനാണ് ഇങ്ങനെ ഞങ്ങൾ ബീഹാർ സർക്കാരിനോട് ചോദിച്ചിട്ടുണ്ട്, ബീഹാർ സർക്കാരുമായി ഞങ്ങൾ നിരന്തരം സമ്പർക്കം പുലർത്തുന്നുണ്ട്, പോലീസിനോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട് എന്നൊക്കെ കഴിഞ്ഞ 3 ദിവസമായി NTAയും കേന്ദ്ര സർക്കാരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ നടന്നത് ലക്ഷക്കണക്കിന് രൂപ നൽകി കുറേ ആളുകൾ നീറ്റിന്റെ ചോദ്യപേപ്പർ വാങ്ങി, എന്നിട്ട് അവർ പരീക്ഷ എഴുതി വലിയ റാങ്ക് വാങ്ങി, ഇനിയിപ്പോൾ കൗൺസിലിംഗ് നടത്തി ആ ആളുകളൊക്കെ സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ വലിയ പൈസയൊന്നും കൊടുക്കാതെ അവരവിടെ പോയി പഠിച്ച് ഡോക്ടർമാരായി പുറത്തു വരും. ഇപ്പുറത്ത് കഷ്ടപ്പെട്ട് പഠിച്ച കുറേ മനുഷ്യന്മാർ ഇത് കാര്യമായ മാർക്കൊന്നും കിട്ടാതെ അവർ പഠിച്ച് നേടിയ മാർക്ക് മാത്രം ലഭിച്ച് അവർ മറ്റിടങ്ങളിൽ പഠിക്കാൻ നിർബന്ധിതമാവുകയും ചെയ്യും. ഇങ്ങനെ കോടിക്കണക്കിന് രൂപ ചിലവഴിച്ച്, ഇപ്പോൾ 40 ലക്ഷം രൂപ ഒരു ചോദ്യപേപ്പറിന് കൊടുക്കുന്നുണ്ടെങ്കിൽ അവർ ഈ 40 ലക്ഷം രൂപ ചിലവഴിച്ചിട്ടുണ്ട് എങ്കിൽ ഉറപ്പായും ഡോക്ടർമാരായി കഴിഞ്ഞാൽ ആ പണം തിരിച്ചെടുക്കാനുള്ള സംവിധാനമൊക്കെ അവർ ഒരുക്കും, അല്ലെങ്കിൽ അതിനുള്ള ശ്രമമൊക്കെ നടത്തും. അങ്ങനെയുള്ള ആളുകളാണ് നമ്മൾ പാവപ്പെട്ട മനുഷ്യൻ, ഏതെങ്കിലും ഒരാളൊരു ആശുപത്രിയിൽ പോയിട്ട് ചികിത്സയ്ക്ക് പറയുമ്പോൾ കൈക്കൂലി ആവശ്യപ്പെടുന്നത്. ഇത്തരം ആളുകളെ ഉണ്ടാക്കിയെടുക്കാനേ ഈ സിസ്റ്റം സഹായിക്കൂ എന്നാണ് പല പ്രതിപക്ഷ പാർട്ടികളും പറയുന്നത്. നമ്മുടെ ആരോഗ്യ സംവിധാനത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടക്കുന്നു എന്ന് പറയുന്നത്. എന്തായാലും വ്യാപകമായ അഴിമതിയും ചോദ്യപേപ്പർ ചോർച്ചയും നടന്നു എന്ന് വ്യക്തമാണ്. ഒരാളെ കൂടി അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. സിത്തു കുമാറാണ് അറസ്റ്റിലായിട്ടുള്ളത്. മാത്രവുമല്ല, കൂടുതൽ അറസ്റ്റ് ഇന്ന് തന്നെ ഉണ്ടാകുമെന്ന് ബീഹാർ പോലീസ് സൂചന നൽകുന്നുമുണ്ട്. ശരി, അനൂപ് ദാസാണ് വിവരങ്ങൾ നൽകിയത്.